കുലീനമായ ബന്ധങ്ങളുടെ കഥയാണ് സ്പിരിച്വാലിറ്റി എങ്കിൽ നമുക്ക് ഈ സംശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയും ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ്. സംശയം എപ്പോഴും വ്യക്തികളുടെ ഇൻറ്റഗ്രിറ്റി തന്നെ വേണമെന്നില്ല. അവനവൻ്റെ ജീവിത വഴികളെക്കുറിച്ച് സംശയമാവാം, ശരണപ്പെടുന്ന ആ ചൈതന്യത്തോടുള്ള സംശയമാവാം, ഇന്നതൊന്നുമില്ല. ഏത് സംശയമായാലും അത് നിങ്ങളെ വല്ലാതെ നശിപ്പിക്കും, വല്ലാതെ കാർന്നു കഴിഞ്ഞു. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇൻറ്റഗ്രിറ്റി നശിപ്പിക്കും. നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളിന്ന് കവർന്നെടുക്കും, തർക്കമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സംശയങ്ങളിൽപ്പെട്ട മനുഷ്യർ ഒരു സംവാദത്തിന് തയ്യാറാവാത്തത്, സംഭാഷണത്തിന് തയ്യാറാവാത്തത്? തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. സാന്തോർ മറായിയുടെ എംബേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇതിനു മുമ്പുമൊക്കെ നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. എംബേഴ്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കനലെന്നാണ്. വല്ലാതെ ഉള്ളിൽ തീ കൊളുത്തുന്ന, അകത്തെ പൊള്ളിക്കുന്ന ഒരു ചെറിയ പുസ്തകം അത്. 1943 ഈ പുസ്തകം ഹംഗേറിയൻ ഭാഷയിൽ ഇറങ്ങുന്നത്. കാൻഡിൽസ് ബേൺ ടിൽ ദി എൻഡ് എന്ന ഒരു തലക്കെട്ടായിരുന്നു, അർത്ഥം വരുന്നൊരു തലക്കെട്ടായിരുന്നു ആ ഭാഷയിൽ ആ പുസ്തകത്തിന് നൽകിയിരുന്നത്. ആദ്യ പുസ്തകത്തിൻ്റെ കവർ ചിത്രമൊക്കെ ഇങ്ങനെ നമുക്ക് ആർക്കൈവ്സിൽ നിന്നൊക്കെ കണ്ടെത്താവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഉരുകിത്തീർന്ന 3 തിരികളുള്ള ഒരു കാൻഡിൽ സ്റ്റിക്കാണ്. 3 മനുഷ്യരെ ഉരുകിത്തീർന്ന കഥയത്. അവരുരുകാൻ കാരണമായത് സംശയമെന്ന് പറയുന്നൊരു കനലില്ല. പുരാണത്തിലൊക്കെ പറയുന്ന അരക്കില്ലോ എന്നൊരു പറഞ്ഞ സങ്കല്പമുണ്ട്. അങ്ങനെ ചതിച്ചു കൊല്ലാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊട്ടാരമാണ് അരക്കില്ലം. എല്ലാ കൊട്ടാരങ്ങളെ കണക്കും വിശാലവും അഴകും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു ഇടം. പക്ഷെ പ്രശ്നം, അത് നിർമ്മിച്ചിരിക്കുന്ന അരക്കുമുണ്ട്. ഒരു ചെറിയ കനൽ വീണാൽ മതി, ഓർമ്മകളിൽ പോലും ഇല്ലാത്ത വിധത്തിൽ അതിങ്ങനെ മണ്ണിനു മീതെ ഇല്ലാതെയാവും. അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആ പുരാണ കഥയിൽ. പല രീതിയിൽ സ്നേഹസങ്കല്പങ്ങളുടെ അരക്കില്ലങ്ങൾ ആളിത്തുടങ്ങുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട, അതിലേക്ക് എറിയാവുന്ന, അതിലേക്ക് വന്നു പതിക്കാവുന്ന ഏറ്റവും ഗൗരവമായ കല്ലെന്ന് പറയുന്നത് ഈ പറഞ്ഞ സംശയമാണ്. ഈ പുസ്തകത്തിൻ്റെ തന്നെ ഒരു കഥാസാരം എടുക്കുക. 3 പേരാ, ഒരു പുരുഷൻ, സ്ത്രീ, പിന്നെ അവരൊരു ചങ്ങാതി. ഇയാളൊരു ജനറലായി മനുഷ്യൻ, ഈ സ്ത്രീയുടെ ഭർത്താവ്. ഒരു വേട്ടയ്ക്ക് പോകുമ്പോൾ തന്നെ അപായപ്പെടുത്താനായിട്ട് ചങ്ങാതി ശ്രമിച്ചെന്നൊരു തോന്നൽ ഇയാൾക്ക് വരികയാണ്. ചോദിച്ചു തീർക്കാവുന്ന കാര്യമായിരുന്നു, പക്ഷെ അത് ചോദിച്ചു തീർക്കുന്നില്ല. ഇങ്ങനെ അയാളത് ഉള്ളിൽ വിടുങ്ങുന്നു. ഇതിനിടയിൽ ഇത് തൻ്റെ ഭാര്യ കൂടി അറിഞ്ഞിട്ടാണെന്നൊരു തോന്നൽ അയാൾക്ക് വരുന്നു. എന്തോ ആവട്ടെ, ഇത്തരം ചില സന്ദേഹങ്ങൾക്കിടയിൽ ചങ്ങാതി അബ്സ്കൗണ്ട് ചെയ്യുക, ചങ്ങാതി അങ്ങോട്ട് മറഞ്ഞു പോവുകയാണ്. ഒരു 41 വർഷങ്ങൾക്ക് ശേഷം ഇയാൾ ചങ്ങാതിയെ തേടി വരികയാണ് ഒരു അത്താഴ വിരുന്നിന്. പക്ഷെ അതിനകം തങ്ങളുടെ തർക്കങ്ങൾക്ക് കാരണമായ, തങ്ങളുടെ ഭീതികൾക്ക് കാരണമായ, തങ്ങളുടെ ഉള്ളിൽ സംശയത്തിന് കാരണമായ ആ ഒരു സ്ത്രീ കടന്നു പോയിട്ടുണ്ട്. അവരെന്തോ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്, ഈ 2 പേർക്ക് മുക്തി കൊടുക്കാവുന്ന എന്തോ ഒരു കാര്യം. പക്ഷെ അത് വായിച്ചു നോക്കാനായിട്ട് 2 പേരും തയ്യാറാവുന്നില്ല. തലേന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ഇവർ തർക്കിക്കുക, ഓരോരോ കാര്യങ്ങളുടെ മീതെ തീർപ്പുകൾ എത്തുകയാണ്. എന്നിട്ട് പുലരിയാകുമ്പോഴേക്കും അയാൾ പറയുന്നു, ഈ ഒരു ഡയറിക്കകത്ത് അവൾ നമുക്ക് വേണ്ടി ഒരു രഹസ്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് അപരന് വേണ്ടിയാണെന്ന് ഒരാൾ കരുതുന്നു, തിരിച്ചാണെന്ന് മറ്റയാളും കരുതുന്നു. എന്തോ ആവട്ടെ, 2 പേരും അതിന് മീതെ കെട്ടിയ റിബൺ അഴിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് വളരെ കഠിനമായൊരു കാര്യമാണ്. ചൂട് കൊള്ളാൻ വേണ്ടി കത്തുന്ന ഒരു ഫയർ പ്ലേസ് ഉണ്ട് ആ മുറിക്കകത്ത്. അതിലേക്ക് ഈ ഡയറി ഇടുകയാണ്. അതിൻ്റെ അർത്ഥം ഇനിയുള്ള കാലത്തും അവർക്ക് മോചനമുണ്ടാവില്ല. ആദ്യ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പോലെ ഇങ്ങനെ അവസാനത്തോളം ഇവർ കത്തിത്തീർണം. ബന്ധങ്ങളെ ഇത്രയും പൊള്ളിക്കുന്ന സംശയം കണക്കൊരു കനൽ വേറെയില്ല. എന്നിട്ടും അത് പരിഹരിക്കാതെ സംശയത്തിൻ്റെ ആനുകൂല്യം എന്നൊക്കെ പറയുന്നൊരു പോസിറ്റീവായൊരു വാക്കാണ്. എപ്പോഴും നമ്മൾ ഫേവറബിളായിട്ട് ചിന്തിക്കുന്നതിൻ്റെ വിളിക്കുന്ന വാക്കാണ് എന്ത്, ഈ സംശയത്തിൻ്റെ ആനുകൂല്യം. ആ സംശയത്തിൻ്റെ ആനുകൂല്യം പോലും കൊടുക്കാതെ എത്രയോ മനുഷ്യരാണ് ഇവിടെ കളങ്കാലിയാക്കുക.
ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് ബന്ധങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വാക്കാണ്. കുലീനമായ ബന്ധങ്ങളുടെ കഥയാണ് സ്പിരിച്വാലിറ്റി എങ്കിൽ നമുക്ക് ഈ സംശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയും ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ്. സംശയം എപ്പോഴും വ്യക്തികളുടെ ഇൻറ്റഗ്രിറ്റി തന്നെ വേണമെന്നില്ല. അവനവൻ്റെ ജീവിത വഴികളെക്കുറിച്ച് സംശയമാവാം, ശരണപ്പെടുന്ന ആ ചൈതന്യത്തോടുള്ള സംശയമാവാം, ഇന്നതൊന്നുമില്ല. ഏത് സംശയമായാലും അത് നിങ്ങളെ വല്ലാതെ നശിപ്പിക്കും, വല്ലാതെ കാർന്നു തിന്നും. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇൻറ്റഗ്രിറ്റി നശിപ്പിക്കും. നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളിന്ന് കവർന്നെടുക്കും, തർക്കമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സംശയങ്ങളിൽപ്പെട്ട മനുഷ്യർ ഒരു സംവാദത്തിന് തയ്യാറാവാത്തത്, സംഭാഷണത്തിന് തയ്യാറാവാത്തത്? വേദപുസ്തകത്തിലുടനീളം ഇങ്ങനെ സംശയത്തിൻ്റെ കനലിൽ പെട്ടുപോയ മനുഷ്യരുണ്ട്. അത് മോശയുണ്ട്, ഏലിയാ പ്രവാചകനുണ്ട്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പീറ്ററുണ്ട്. ഒരു ചെറിയ അളവിൽ വേണമെങ്കിൽ അത് പറയുന്നത് ശരി തെറ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, യേശുവിൽ പോലും അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം തൻ്റെ നിയോഗത്തെക്കുറിച്ച് അയാൾക്ക് സംശയം വരുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റുക എന്നൊക്കെ പറയുന്നത് സന്ദേഹിയാവുന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ എവിടെയൊക്കെ വെച്ച് ബന്ധങ്ങൾ ഏകാഗ്രമായിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഈ സംശയം എന്ന് പറയുന്ന കനൽ വന്ന് വീഴുന്നു. ഈ സതിയിലൊക്കെ പെട്ടത് കണക്ക് അവരതിനകത്ത് ഉരുകി ഇല്ലാതെയാവുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും സംശയം അനുഭവിച്ച ഒരു മനുഷ്യനെ വളരെ വേഗത്തിൽ ഓർമ്മിച്ച് ഒരു ചെറിയൊരു പ്രാർത്ഥനയിൽ നമുക്ക് ഈ സന്ധ്യാവിചാരത്തെ അവസാനിപ്പിക്കാനാണ് കരുതുക. അത് യോഹന്നാനാണ്. യേശുവിനെക്കുറിച്ച് ഏറ്റവും ക്ലാരിറ്റിയുള്ള ഒരു മനുഷ്യൻ്റെ പേരാണ് യോഹന്നാൻ. ഇങ്ങനെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് എലിസബത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഉള്ളിൽ ഈ കുതിച്ചുചാടിയ ഒരു കുഞ്ഞിൻ്റെ പേരാണ് ജോൺ. അത്രയും കൃത്യമായിട്ട് ഇങ്ങനെ യേശുവിനോട് ഒരു സംവേദനത്വം പുലർത്തിയിരുന്ന മനുഷ്യൻ്റെ പേരാണ് ജോൺ. പിന്നെ മുമ്പോട്ട് പോകുമ്പോഴേക്കും ഈ മനുഷ്യൻ ഇങ്ങനെ സ്നാനം കൊടുക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിൻ്റെ മധ്യ യേശു നിൽക്കുമ്പോൾ കൃത്യമായിട്ട് യേശുവിനെ തിരിച്ചറിയുന്നുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ് യേശുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. സ്നാനത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് യേശു മുമ്പോട്ട് വരുമ്പോഴേക്കും നീയാണ് എനിക്ക് സ്നാനം തരേണ്ടത്, നീ എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ട്. അത്രയും വ്യക്തത യേശുവിന് മീതെ ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ്റെ അന്തിമ ദിനങ്ങൾക്കകത്ത് ഈ മനുഷ്യൻ സംശയത്തിൽപ്പെട്ടു പോവുകയാണ്. വരുവാനുള്ളത് നീ തന്നെയാണോ? അത് ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടോ? ഇതൊരു ഹൃദയഭേദകമായ വിചാരമാണ്. ഒരാളിലിങ്ങനെ ഏകാഗ്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും അയാൾക്ക് മുന്നോടിയായിട്ട് സ്വയം കരുതുകയും അയാളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തൊരു മനുഷ്യൻ പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ എപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് നമ്മുടെ ഹൈപ്പേഴ്സുകൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പക്ഷെ അത് വേദപുസ്തകത്തിൽ വല്ലാതെ ചങ്കിനെ തൊടുന്നൊരു നിമിഷമാണ് യോഹന്നാൻ യേശുവിനെ സംശയിക്കുക എന്ന് പറയുക. മറ്റാരതിനകത്ത് സംശയിച്ചാലും കുഴപ്പമില്ല. ഇത്രയും കൃത്യമായിട്ട് അറിയാവുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് സംശയിക്കുക? വല്ലാത്തൊരു പാരഡോക്സാണ്. മറ്റുള്ളവർ സംശയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും ചില പ്രത്യേക ഘട്ടങ്ങൾക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തകർത്ത് കളയുന്ന ഉറ്റവരുടെ സംശയം. അവർക്ക് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് സംശയം ഉണ്ടാകുന്നു, നമ്മുടെ മിഷനെക്കുറിച്ച് സംശയം ഉണ്ടാകുന്നു, നമ്മുടെ ഒതൻറ്റിസിറ്റിയെക്കുറിച്ച് സംശയം ഉണ്ടാകുന്നു. എന്തിനായിരിക്കണം ഇങ്ങനെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചത്? വേദപുസ്തകം അങ്ങനെ പറയുന്നത്. തൻ്റെ ശിഷ്യന്മാരെ 2 പേരെ ഇങ്ങനെ യേശുവിൻ്റെ അടുക്കലേക്ക് യോഹന്നാൻ അയച്ചിട്ട് ചോദിക്കുകയാണ്, പറയുക, നീയാണോ വരാനുള്ളവൻ, അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ? ചിലർ പറയുന്നു ഇത് വാസ്തവത്തിൽ ഈ ശിഷ്യന്മാരെ യേശുവിലേക്ക് എത്തിക്കാനായിട്ട് ജോൺ സ്വീകരിച്ച ഒരു രീതിയാവാം. അങ്ങനെയൊക്കെ കരുതുന്നതല്ല തന്നെ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത് അയാളുടെ തന്നെ സംശയത്തിൻ്റെ കഥയാണ്. കാരണം ആ ടെക്സ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എന്നിൽ സംശയിക്കാത്തവർ, എന്നിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. സംശയം ഒരു വലിയ പ്രശ്നമല്ല. മനുഷ്യനായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന കപ്പമാണ്. എല്ലാ പുണ്യവാന്മാരും ഈ പറഞ്ഞ ഇത്തരം ചില അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. മർത്തരേസയുടെ ഒക്കെ ഓർമ്മ ദിനങ്ങളാണ് നമുക്ക് അടുത്ത് വരുന്നത്. മർത്തരേസയുടെ കോഴ്സിനകത്ത് പോലും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്ത വിഷയം അവരുടെ ഡയറികളായിരുന്നു. അതിനകത്ത് ദൈവത്തിന് മീതെയുള്ള അവരുടെ സംശയത്തിൻ്റെ കഥകളുണ്ടായിരുന്നു. അങ്ങനെ സംശയിച്ച ഒരാൾക്ക് പുണ്യവാനാകാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ പോലും ഉണ്ടായി ഒരു ഘട്ടത്തിനകത്ത്. അപ്പോൾ ഏതൊരു പുണ്യവാൻ്റെയും ഏതൊരു വിശുദ്ധൻ്റെയും ഏതൊരു സാധകൻ്റെയും ഏതൊരു താപസൻ്റെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ ഏതൊരു പ്രണയിനിയും പ്രേമത്തിലൊക്കെ നിശ്ചയമായിട്ട് നമുക്കറിയാം, ഗാർഹിക ബന്ധങ്ങളിലൊക്കെ വന്ന് പതിക്കാവുന്ന ആ വല്ലാത്ത കനലിനെ ജോൺ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. ജോണത് സംഭാഷണത്തിന് തയ്യാറാവുകയാണ്. എനിക്ക് തോന്നുന്നു സംശയങ്ങളെ ദൂരീകരിക്കാനായിട്ടുള്ള
ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് എന്നെ അലട്ടുക എന്ന് ചോദിക്കാന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അതിനാവാത്ത വിധത്തിൽ നമ്മൾ അകത്തുനിന്ന് തഴുതിട്ടിരിക്കുക. നമ്മുടെ വിശദീകരണങ്ങളെക്കുറിച്ച് ആർക്കും താല്പര്യമില്ല. നമ്മുടെ വിശദീകരണങ്ങളിലും ഇതേ ശ്രദ്ധ ചെലുത്തേണ്ട ബാധ്യതയില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു സംഭാഷണം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഈ പറയുന്ന കണക്ക് കനൽ കണക്ക് കത്തിത്തീരാൻ ഈ പറഞ്ഞ മെഴുകുതിരികൾ അവസാനത്തോളം കത്തുന്ന എന്ന് പറയുന്ന മട്ടിലൊക്കെ തീരേണ്ട കഥ ആയിട്ട് ഓരോരുത്തരും മാറേണ്ട ഒരു ബാധ്യതയുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഉറ്റവരുടെ ജീവിതത്തെയും രക്ഷിക്കേണ്ട ബാധ്യതയില്ലേ? മിശിഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷകനാണെങ്കിൽ മിശിഹായുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ രക്ഷിക്കാനായിട്ടുള്ള ഒരു വിളിയുണ്ട്. നമ്മൾ ശിക്ഷിച്ചും സ്വയം തകർന്നുമൊക്കെ ഈ കളത്തെ കാലിയാക്കേണ്ട വിധത്തിൽ ഇത്രയും സംശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? അപ്പോൾ ജോൺ സ്വീകരിച്ച ഒരു കുഞ്ഞു വഴി തന്നെയാണ് നല്ലത്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. യേശു അതിനെ ഒരു തരത്തിലും ബൈപ്പാസ് ചെയ്യുന്നില്ല. യേശു അയാളുടെ സംശയത്തെ ഇങ്ങനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നത്. അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. യേശു പറയുന്നു, നോക്കുക എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുടന്തർക്ക് നൃത്തം ലഭിക്കുന്നു, അന്ധർക്ക് കാഴ്ച ഉണ്ടാവുന്നു, ബദിന് സംഗീതം ലഭിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങൾ ചെന്ന് യോഹന്നാനോട് പറയുക. ഒരു വാസ്തവത്തിൽ തന്നെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. നമുക്കൊരാളോട് ചെയ്യാവുന്ന ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം ഇന്ന് അയാൾക്ക് വേണ്ടി പ്ലീഡ് ചെയ്യാന്ന് പറയുന്ന ചില സാഹചര്യങ്ങളിലെങ്കിലും അത്തരം ചില ഇടങ്ങളിലേക്ക് നമ്മൾ മനുഷ്യരെ പുഷ് ചെയ്യാറുണ്ട്. മനുഷ്യർ പ്ലീഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ എന്തൊരു ആത്മവിശ്വാസത്തോടാണ് പറയുന്നത്, ഞാൻ എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത് എന്നൊക്കെ പറയുന്നത് അതല്ല അതിൻ്റെ ശരി. എനിക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത്? ഓരോരുത്തരുടെയും ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അവരവരുടെ പരിസരവുമായി ബന്ധപ്പെട്ട് പുലർത്തുന്ന ഭംഗിയാണ്. അവരുടെ പരിസരത്തിന് അവർ കൊടുക്കുന്ന ഒരു സൗന്ദര്യവുമായി ബന്ധപ്പെട്ട അവരുടെ ക്രിയാത്മക ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനേക്കാൾ വലിയ എന്ത് തെളിവാണ് വേണ്ടത്? ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് കടന്നു പോകുന്നു എന്നൊക്കെ വെളിപ്പെടുത്താനായിട്ട് പറ്റാത്ത വിധത്തിൽ അത്രയും അടഞ്ഞൊരു നിലനിൽപ്പിൻ്റെ പേരാണ് മനുഷ്യൻ. പിന്നെ മനുഷ്യനെ അളക്കേണ്ടത്, അവന് വൗച്ച് ചെയ്യേണ്ടത് അയാൾ ചെയ്യുന്ന സുഹൃതങ്ങളാണ്, അയാൾ ജീവിതത്തിൽ പുലർത്താനായിട്ട് ശ്രമിക്കുന്ന ചില ഭംഗികളാണ്. അതിനെ ഏറ്റവും വലിയ തെളിവായിട്ട് എടുക്കാനായിട്ടാണ് യേശു പറയുക. ചുരുക്കത്തിൽ നമ്മുടെ ചെറിയ സംശയങ്ങളുടെ മീതെയല്ല മനുഷ്യരുടെ മേലെ നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ടത്, മറിച്ച് അവരുടെ മുഴുവൻ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചില നിരീക്ഷണങ്ങളിലൂടെയാണ്. ഒരു മാവിൻ്റെ ഒരു മാങ്ങ ഇങ്ങനെ പുഴുക്കുത്തേറ്റതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബഞ്ചിലുള്ള മുഴുവൻ മാങ്ങകളും പുഴുക്കുത്തേറ്റാണിൻ്റെ പേരിൽ നമ്മളിങ്ങനെ മാവ് വെട്ടാറില്ല. നമ്മളതിനൊരു മോശം മാവാന്ന് പറയാറില്ല. എന്നിട്ടും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാളിച്ച പറ്റിയ മനുഷ്യർ നമ്മൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ മുഴുവൻ ജീവിതത്തെയും ഷെയ്ഡിലാക്കിയ. അപ്പോൾ മനുഷ്യർ ചെയ്ത സുഹൃതങ്ങളും അവരേർപ്പെട്ട ഭംഗികളും അവഗണിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരെ സംശയിക്കാനായിട്ട് അവകാശമില്ല എന്നൊരു വിചാരം കൂടി വേണമെങ്കിൽ കുറച്ച് ഹൃദയപൂർവ്വം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന പാഠമായത്. എന്തായിരിക്കണം യോഹന്നാൻ യേശുവിൻ്റെ മീതെ ഇത്രയും സംശയം ഉണ്ടാകാനുള്ള കാരണം? അത് അയാൾ സങ്കല്പിച്ച ഒരു മിശിഹ സങ്കല്പവുമായിട്ട് യേശുവിൻ്റെ നിലപാടുകളോ ആറ്റിറ്റ്യൂഡുകളോ സമീപനങ്ങളോ ഒക്കെ പൊരുത്തപ്പെടുന്നില്ല. കാരണം വളരെ ഹാർഷായിട്ടാണ് ഇടപെടുന്നത്. അത് പ്രവാചകന്മാരുടെ രീതിയായിരുന്നു. പ്രവാചകന്മാർക്ക് പലപ്പോഴും ഈ വൈകാരികതയോട് താല്പര്യമില്ലായിരുന്നു. അവർക്ക് കൃത്യമായി കണിശമായിട്ടും കൃത്യതയോടും കൂടി കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യരാണ്. ഒരു സ്നേഹിതൻ പറയുന്ന കണക്ക് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതിലുകളെക്കുറിച്ചാണ്. ഇന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ഇന്ന കാര്യങ്ങൾക്കെതിരായിട്ട് പ്രതിരോധം സ്വീകരിക്കുക. ചുരുക്കത്തിൽ ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞൊരു സംഭവത്തിലായിരുന്നു ഈ പ്രവാചകന്മാർ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവാചകന്മാരിൽ അവസാനത്തെ ഒരാളെയൊക്കെ വേദപുസ്തകം പരിഗണിക്കുന്ന ജോണും ചെയ്യുന്നത് തന്നെയാണ്, ഇങ്ങനെ മതിൽ കെട്ടുകയാണ്. അങ്ങനെ അയാൾ പണിതുയർത്താൻ ശ്രമിച്ച മതിലിനകത്ത് നിറയെ ജാലകങ്ങൾ യേശു ഉണ്ടാക്കിയെന്നൊക്കെയാണ് കവിതയുടെ കണ്ടുകൊണ്ട് വേദപുസ്തകം വായിക്കുന്ന എൻ്റെ ഒരു ചെറുപ്പക്കാരൻ സ്നേഹിതൻ പറയുന്നത്. ഇങ്ങനെ എല്ലായിടത്തും ജാലകങ്ങളുണ്ടാക്കി, കാറ്റും വെളിച്ചവും വന്നു, കിളികൾ പ്രവേശിച്ചു, സുഗന്ധമുണ്ടായി. അപ്പോൾ ഇത് കാലാകാലങ്ങളായിട്ട് ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാർ ഉണ്ടാക്കിയെടുത്ത ആ സങ്കല്പങ്ങൾക്ക് നിരക്കാത്ത ഒന്നായിരുന്നു. ഇത്രയും
കവിതയും സംഗീതവും വിശാലതയുമൊന്നും അവരവരുടെ ആന്തരിക ജീവിതത്തിൽ കൂടെ കൊണ്ട് നടന്നിട്ടില്ല. അവരെപ്പോഴും കരുതിയിരുന്ന വാക്കുകൾ എന്തായിരുന്നു? അവിടുത്തെ കയ്യിൽ വീശുമറമുണ്ട്, ആ വീശുമറം കൊണ്ട് എല്ലാം പാറ്റിയിട്ട് കൃത്യമായിട്ട് ഈ കാമ്പില്ലാത്ത എല്ലാത്തിനെയും കത്തിച്ച് കളയും. അവൻ്റെ കയ്യിൽ ഇങ്ങനെ മഴുവുണ്ട്, ഫലം നൽകാത്ത വൃക്ഷങ്ങളുടെ മീതെ കോടാലി വയ്ക്കും. അപ്പോൾ വരാൻ പോകുന്ന ഡൂമിൻ്റെ ഒരു കാലം, വരാൻ പോകുന്ന വലിയ വിപത്തുകളുടെ കാലത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ യേശു പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ കാത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്, പൊറുക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. എത്ര അലഞ്ഞിട്ട് മടങ്ങി വന്നാലും ഈ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ തമ്മിൽ സിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് നിരക്കാത്ത ഒരാളെന്ന നിലയിലാണ് വാസ്തവത്തിൽ ജോണിൻ്റെ ഉള്ളിലേക്ക് ഈ സംശയം വരിക. എന്നാൽ യേശു അത് അടിവരയിട്ട് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്തരം ഭംഗികളാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. അത് ചെന്ന് പറയുക. നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിശ്ചയമായിട്ട് യോഹന്നാൻ അറിയിക്കുക. ഓർമ്മിക്കണം, ഇയാൾ തടവിൽപ്പെട്ട മനുഷ്യനാണ്. തടവിൽപ്പെട്ടൊരു മനുഷ്യൻ, ഒരു പക്ഷേ തൊട്ട് മുമ്പുള്ള മരണത്തെ കൃത്യമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഈ മനുഷ്യന് അധികം ഇങ്ങനെ ഈ പറഞ്ഞ് സംശയത്തിൻ്റെ കനലിൽപ്പെട്ട് കുരുങ്ങാനായിട്ടോ ഇങ്ങനെ എരിയാനായിട്ടുള്ള നേരമില്ല. അയാൾ ക്ലിയർ ചെയ്യുക. എന്നിട്ട് അയാൾ സമാധാനത്തിലാണ് കടന്നു പോവുക. ഏഷ്യ 35 അധ്യായം 5-6 വാക്കുകളാണ് യേശു കോട്ട് ചെയ്യുന്നൊക്കെയാണ് വേദപുസ്തകം പഠിക്കുന്നവർ പറയുക. വേറെ ചിലർ പറയുന്നു അത് ഈ പറയുന്ന ഡെഡ് സീ സ്ക്രോൾസ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ഈ ചാവ് കടലിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ചുരുളുകളുണ്ട്. അത് യേശു ഈ പറഞ്ഞ ജോണിൻ്റെയൊക്കെ സമൂഹത്തിനകത്ത് അവർ വളരെയേറെ വായിച്ചിരുന്ന ചില ടെക്സ്റ്റുകളായിരുന്നു അത്. എന്തോ ആവട്ടെ, ഇതിനകത്ത് ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം യേശു എഡിറ്റ് ചെയ്ത് കളഞ്ഞെന്ന ഒരു രസകരമായൊരു കുറിപ്പ് ഒരു എഴുത്തുകാരൻ ഞാൻ വായിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് തോന്നി. അതിങ്ങനെയാണ്: തടവുകാർക്ക് മോചനം ലഭിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അത് ജോണിൻ്റെ ഒരു പ്രത്യേക ഫെയ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായേക്കുമെന്ന് ഓർത്തിട്ട് യേശു ബോധപൂർവം ആ ഭാഗം വിട്ടുകളഞ്ഞെന്നാണ് പറയുക. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷെ അത് യേശുവിൻ്റെ ഒരു സെൻസിറ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മനുഷ്യന് ഏറ്റവും ചെറിയ പരാമർശങ്ങളിൽ പോലും ഭാരം നൽകാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളുടെ പേരാണ് യേശു. യേശുവിൻ്റെ തന്നെ ഭാഷയിൽ എല്ലാ നുഖങ്ങളും എടുത്തു മാറ്റുക എന്ന് പറയുന്ന ഒരു ക്രിയയിലാണ് അവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. മനുഷ്യന് ഭാരം കൊടുക്കുന്ന, സമ്മർദ്ദം കൊടുക്കുന്ന ഒന്നും ഈശ്വരനെന്ന് പറയാനായിട്ടുള്ള ധൈര്യം കാണിച്ച ഒരാളുടെ പേരാണ് യേശു. വളരെ സമാധാനത്തോടു കൂടി ഈ പറഞ്ഞ ശിഷ്യന്മാർ മടങ്ങിപ്പോകുന്നു. ജോണും തൻ്റെ ആ മുഴുവൻ യാത്രയും അവസാനിപ്പിക്കുന്ന വളരെ സമാധാനത്തിലാണ്. പിന്നീടുള്ള കഥയൊക്കെ നമുക്കറിയാം. കണ്ട ആ വിചാരങ്ങളെ വളരെ വേഗത്തിലൊന്ന് ചുരുക്കുകയാണ്. ഏതൊരു ബന്ധത്തിൻ്റെയും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങൾക്ക് ഈ സംശയമെന്ന് പറയുന്ന കനലിൽ ചവിട്ടി ഇങ്ങനെ പൊള്ളേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളിൽ സ്വയം എരിഞ്ഞു പോകാനായിട്ട് വിട്ടുകൊടുക്കുകയല്ല പ്രധാനം. ചെറിയ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. അടഞ്ഞെന്ന് പറയുന്ന ചില വാതിലുകൾക്ക് മുമ്പിൽ ചെറുതായിട്ട് കൊട്ടുക. ചില വിശദീകരണങ്ങളും ചില സംഭാഷണങ്ങളുമൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ടൊരു ബന്ധത്തെ ഉണ്ടാക്കും. ആർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയം, അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് കരുതുമ്പോൾ തന്നെ അത് അവസാനിക്കുന്ന അങ്ങനെയല്ല. സംശയിക്കാത്തവർ ഭാഗ്യവാന്മാർ. നിർഭാഗ്യവശാൽ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ആ വാഴ്ത്തിന് അർഹരല്ല. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.